നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതുപോലെ ഉടമ്പടിയുടെ ഭാഗമായിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. മനസാക്ഷി നിങ്ങൾക്ക് വേദപുസ്തകം വെളിപാടായിട്ട് തന്നിട്ടില്ലാത്തുള്ള കാലം, നിങ്ങളത് അംഗീകരിക്കാത്തുള്ള കാലം അംഗീകരിക്കേണ്ടത് എന്താണ്? ദൈവം മനുഷ്യരാശി കൊടുത്തിരിക്കുന്ന സത്യമായ മനസാക്ഷി തന്നെയാണ്. അതിൻ്റെ അകത്ത് കൊല്ലരുതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പ്രത്യേകിച്ച് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? വ്യഭിചാരം ചേരുന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പം എല്ലാവർക്കും അറിയാവുന്നതാണിത്. അപ്പം ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അത് പൗലോസപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ പറയണത് പാപത്തിനെക്കുറിച്ചാണെങ്കിൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ബൈബിൾ പഠിക്കാത്തവർക്കും അറിയാവുന്നതാണ് പറയണത്. എല്ലാവർക്കും അറിയാം. അതാണ് മനസാക്ഷി എന്ന് പറയണത്. ഗലാത്യ 5:19 ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞ കേട്ടില്ലേ? എന്താണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ? ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത. ആഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലാണ് കൈ നോക്കൽ, ഇങ്ങനെ പരിപാടിയൊക്കെയാണ് ആഭിചാരം. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. മധുരോത്സവത്തിന്റെ അകത്ത് എല്ലാ സംഭവം ഉണ്ട്. ഹോമോസെക്സ്വാലിറ്റി ഉണ്ട്, ലെസ്ബിയനിസം ഉണ്ട്, സ്വവർഗരതിയുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട് ഇതിനകത്ത്. ബൈബിൾ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് പറയണത്. കൽപ്പന തന്നാലും തന്നില്ലേലും നിങ്ങളാരും ഇതറിയാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും അതിനകത്ത് ഒഴിവ് കഴിവില്ലെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? ഇതാണ് മനസാക്ഷി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദപിക്കാ കൃപയേകണമേ, അനുദാനം ഞങ്ങൾക്ക് നൽകേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത്. പിടിയിടിയ വാട്ട് ഈസ് പീസ്? എന്താണ് സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക. അതിനെന്ത് ചെയ്യണം? എല്ലാവരോടുമാണ്, ശത്രുക്കളോടും പോലും എല്ലാവരോടും കഴിയുന്നത്ര എന്ത് ചെയ്യണം? സമാധാനത്തിൽ വർത്തിക്കണം. അപ്പോൾ സമാധാനത്തിൽ വർത്തിക്കണത്, സമാധാനം ഇത് വർത്തിക്കണത് അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം അതല്ല. സമാധാനത്തിൽ വർദ്ധിച്ചു കൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി അവിടെയാണ് എൻ്റെ പോയിന്റ് വരണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 12:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർ 12:14 ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. ബൈബിള് ഇത് റോമ 12 വേണ്ടത്. 12:18 എന്താ പറഞ്ഞത്? കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക. എന്തിനാണ് സമാധാനത്തോടെ വർദ്ധിക്കണത്? അതാണ് വീണ്ടും ഹെബ്രായർ വരുമ്പോൾ 12:14 പറയും. എന്താണ്? സമാധാനത്തോടെ വർത്തിച്ച് പറഞ്ഞേ, സമാധാനത്തോടെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും. അപ്പൊ സമാധാനത്തെ പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? വിശുദ്ധിയാണ്. ഉടമ്പടിയിൽ പെട്ടെന്ന് ദൈവത്തെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു നിലപാട് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അതായത് മൂന്നാമത്തെ പ്രാവശ്യമോ രണ്ടാമത്തെ നീല ഉടമ്പടി ആയി അല്ലെങ്കിൽ വെള്ള ഉടമ്പടി ആയെന്ന് അറിഞ്ഞാൽ
നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റുപറയാൻ വേണ്ടി മാത്രം ഏറ്റുപറയാൻ വേണ്ടി ഒന്നും ഉണ്ടാവരുത്. മറിച്ച് എന്താണ്, ആ കോളങ്ങൾ, പണ്ട് പാപങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് കൃപ താമസിക്കണം. അല്ലാതെ ഞാൻ ഉടമ്പടി പുതുക്കുകയാണ്, പത്രം മേടിച്ച് ഉടമ്പടി പുതുക്കിത്താ, ഞങ്ങൾക്ക് PR ഇപ്പം കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് മരുമകൾ പറയണ്ടെന്ന് ആ പരിപാടി. അതിനാണ് ഉടമ്പടി പുതുക്കിയിരിക്കേണ്ടത്. പണ്ടാരം നിങ്ങൾ കാര്യങ്ങൾ മറിച്ച് ഈ മരമറിയാതൊന്നും കൊടിയിടരുത് കേട്ടോ. ഇത് സത്യസന്ധമായ ദൈവ സംവിധാനമാണ്. ദൈവത്തിൻ്റെ ഞാൻ നിങ്ങളെ പറഞ്ഞത് പോസ്റ്റർ ഓഫ് ഗോഡ് മസ്റ്റ് ബി ഗ്യാരണ്ടീഡ്. ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും വരുമ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭാഗം, ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ എന്താണ്, ഒരു പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ദ പോർഷൻ ഓഫ് ഭൗമമായ ഒരു ഭൗമാകർഷണം, പ്രാർത്ഥനയിലുള്ള ഭൗമാകർഷണമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന വീട്, ജോലി, കല്യാണം, വിവാഹം, മക്കൾ, ഭൗമാകർഷണമാണ്. ചില അണ്ണന്മാരുടെ ഉടമ്പടിയിൽ അതുമാത്രം ഉണ്ടാകത്തുള്ളൂ. അതാണ് പ്രശ്നം. 6 കാര്യം എഴുതിയാൽ പിന്നെയും വണ്ടി എഴുതും, ദൈവമേ അത് പറന്നു പോയല്ല. 6 കാര്യം അവർ എഴുതിയേ, പിന്നെ അവർക്ക് എഴുതാനുണ്ട് കാര്യങ്ങൾ. എൻ്റെ മക്കളെ, നിങ്ങൾ എഴുതിയ കാര്യം വെച്ചാണ് ദൈവം ഇത് ചെയ്യണത്. അല്ല, ദൈവം ചെയ്യണത് അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്ക് മേലെ കൃപ സ്വീകരിച്ചിരിക്കുന്നു. മക്കളെ, അതായത് ഇപ്പം നിങ്ങൾ 6 കാര്യം എഴുതി, പിന്നെ വണ്ടിയിലിരിക്കുമ്പോൾ പിന്നെ ദൈവമേ ഇനി പുതുക്കണമെങ്കിൽ 90 ദിവസം കഴിയണം. അത് 90 ദിവസം കഴിഞ്ഞാലേ അത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇനി 6 കാര്യം തീർന്നില്ല, വേറെയും കുറേ കാര്യം ആലോചിച്ച് എഴുതിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ അനിയത്തിനെ കൊണ്ട് ഉടമ്പടിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാര്യം അവളെ കൊണ്ട് എഴുതിപ്പിക്കാതിരിക്കണം. നിങ്ങൾ എന്തൊരു ശവമാണെന്ന് അറിയുമ്പോൾ നിങ്ങളുടെ 6 കാര്യം തീർന്നിട്ട് നിങ്ങൾക്ക് സമാധാനമായില്ല, പിന്നെ കാര്യം കിടക്കുകയാണ്. അത് കാരണം ഇനി അനിയത്തിനെ മകളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് അവളെ ചാട്ടക്കയറ്റി ഉടമ്പടി എടുപ്പിക്കും. എന്തിനാണ്? അവൾക്ക് ആധ്യാത്മികമായ പ്രേക്ഷിത പ്രവർത്തനമെന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതല്ല, അവളുടെ ഉടമ്പടിയിൽ ഇവളുടെ കാര്യം എഴുതി ചേർക്കാൻ വേണ്ടിയാണ്. എന്തൊരു പണ്ടാരം! ഇത് ഭൗമാകർഷണമാണ് മുഴുവനും. പൊങ്ങത്തില്ല, പറയാർത്ഥം മുള്ളോട്ട് പോകത്തില്ല. ദൈവാകർഷണത്തിൻ്റെ കണ്ടന്റ് അവിടെ വേണം. ദൈവത്തിന് എന്താണ് പ്രയോജനം? അതാണ് വിഷയം. നിങ്ങളുടെ ഓരോ ഉടമ്പടി കണ്ടന്റിൽ എഴുതുമ്പോൾ, ഇൻറ്റൻഷൻ എഴുതുമ്പോൾ, നിയോഗം എഴുതുമ്പോൾ ഇതിന് ദൈവത്തിന് എന്താ പ്രയോജനമെന്നുള്ള ദൈവത്തിൻ്റെ ഭാഗം എടുത്ത് ലാഭം എടുത്ത് മാറ്റി വയ്ക്കും. ഈ കച്ചവടത്തിൽ, ഈ വിനിമയത്തിൽ ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം എടുത്ത് മാറ്റി വെച്ചേക്കണം. എന്നാൽ പിന്നെ ഈ സാധനം പെട്ടെന്ന് പൊങ്ങും. മനസ്സിലായില്ലേ? ഉടമ്പടി ഞാനും പറഞ്ഞ പോലെ ഒരു ആധ്യാത്മികമായ ഒരു ജ്ഞാനസൂത്രമാണ്. ഈ ജ്ഞാനസൂത്രത്തിൽ ബുദ്ധിപരമായിട്ട് ആധ്യാത്മിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ സംഭവത്തെ പ്ലേസ് ചെയ്യാൻ. നമ്മൾ ബൈബിൾ വായിക്കണമെന്ന് പറയണതും ബൈബിൾ പ്രഭാഷണം കേൾക്കണതിൻ്റെ ഉദ്ദേശം എന്താണ്? ലൈഫിൻ്റെ അനുഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും. നല്ല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കൃപയുടെ ഇൻകമുണ്ട്, അതുപോലെ തന്നെ മോശം അനുഭവങ്ങളിൽ നിന്ന് ഇൻകമുണ്ട്. മോശം അനുഭവങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത്, കൃപയുടെ വരവുള്ളത്. കാര്യം എന്താ? ദൈവത്തിൻ്റെ സമൃദ്ധിയല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും നമുക്ക് നമ്മളെടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യണ പോലെ ഇരിക്കും. നമ്മളെടുക്കുന്ന എല്ലാ വിഷയവും ക്രിസ്തുവാണ് അതിൻ്റെ അകത്ത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്ലേശങ്ങളെയും കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും. കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഒരേ സമയം തന്നെ. ഈ കൃപ വർദ്ധിക്കുന്ന അനുസരിച്ചാണ് ശക്തി സാന്നിധ്യമായിട്ട് അവതരിക്കുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും സാന്നിധ്യമുണ്ട്, അറിയാമല്ലോ. നിങ്ങൾക്ക് കൃപ വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് ഈ ശക്തി, ദൈവത്തിൻ്റെ കൃപ. ഇപ്പോൾ 1 കൊറിന്ത്യസ് 12:9 എന്താണ്? ദൈവത്തിൻ്റെ ശക്തി ആണ് കൃപയെന്ന് അവിടെ പറയുന്നുണ്ട്. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കൊരിന്ത്യസ് 12:9.
എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഒന്ന് പറഞ്ഞേ, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ കുരിശ് ക്ലേശങ്ങളിലാണ് കംപ്ലീറ്റ് ആയിട്ട് ശക്തി പ്രകടമാകുന്നത്. എന്നുവെച്ചാൽ ദുഃഖാനുഭവങ്ങളിലാണ് കൃപയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത്, സന്തോഷാനുഭവങ്ങളിലല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഞാൻ ശക്തനായിരിക്കട്ടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എല്ലാ ദുരിതങ്ങളും ദുരിത സാഹചര്യങ്ങളും 16:23 അനുസരിച്ചുകൊണ്ട് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന. യോഹന്നാൻ 16:33 നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. ഇവിടെ സമാധാനം മനുഷ്യൻ കണ്ടെത്തേണ്ട ആരെല്ലാണ്? ക്രിസ്തുവിലെ. എന്താ കാര്യം? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. പറഞ്ഞേ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ. എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് എന്ന് പറഞ്ഞിട്ട് എങ്കിലും ധൈര്യമായിരിക്കാൻ പറയുമ്പോൾ ആ ധൈര്യം ആരിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ക്രിസ്തുവിൽ. കയ്യേറ്റിക്കട്ടെ. യോഹന്നാൻ 16:33 ഇപ്പൊ പറയണത്. എന്താ പറയണത്? എന്നിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നേരത്തെ പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവൻ. ആ ധൈര്യം ആയിരിക്കേണ്ടത് ക്രിസ്തുവിലാണ്. എന്താ കാര്യം? നമ്മൾ തോട് കാണുന്നു. തോട് കാണുമ്പോൾ നമ്മൾ വിറച്ച തല്ലി അവിടെ നിൽക്കുന്നത്, മുങ്ങുക, കഴുത്ത മുങ്ങുക, ഒഴുകി പോകുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ കയ്യെ പിടിക്കണത്. ആരാണത്? അവൻ കടൽ ചാടിയവനാണ്. കടൽ ചാടിയവനാണ് നമ്മുടെ മുമ്പേ തോട് ചാടാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മുടെ മുമ്പേ കയ്യെ പിടിക്കുന്ന ആരാണ്? കടൽ ചാടിയവനാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ധൈര്യം കിട്ടും. അതാണ് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.